അല്ല കേട്ടോ, വേൾഡിലെ ഏറ്റവും നീളം കൂടിയ പിയറാണ്. അപ്പു ഇടയിലൊന്ന് കാർ പാർക്കിൽ വീണു. ഇനി ഷൊർണൂരിൽ നിന്ന് വിട്ടാ പിന്നെ നേരെ പാലക്കാട്. ഈ ഒരു കമ്പാർട്ട്മെന്റ് കിട്ടുമെന്നാണ് നമ്മൾ വിചാരിച്ചത്, കിട്ടിയില്ല. 80 90 വയസ്സൊക്കെ ഉള്ള അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ നടന്നു പോകുന്നത് നമ്മൾ കണ്ടു. നമുക്ക് പോയാലോ? അത് എവിടെ പോവാ? ഇട് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങള് വീണ്ടും ഒരു യാത്രയിലാണ്. പാപ്പന് ഇന്ന് ഇത്തിരി ജോലി ഉള്ളതുകൊണ്ട് ഓൾറെഡി ലേറ്റ് ആണ്. അതായത് ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങണേ, മണി 4 മണിയാവും. അതെ, പക്ഷെ എന്നാലും നമുക്ക് ഇവിടെ നിന്ന് അടുത്താണ്, അതുകൊണ്ട് നമ്മളത് ടച്ച് ചെയ്തേക്കാന്നുള്ള ഐഡിയയിൽ പോയിക്കൊണ്ടിരിക്കണേ. അപ്പൂസുണ്ട്, പൊന്നൂസുണ്ട്, അവരുടെ അമ്മയുണ്ട്, അതായത് എന്റെ ചേച്ചിയുണ്ട്. അപ്പൊ നമ്മളിവിടെ അടുത്തുള്ളൊരു പിയറിലേക്കാണ് പോണത്. വെറും പിയറല്ല, സൗത്ത് ആൻഡ് ഡോൺ സീ. അത് യുകെയിലല്ല കേട്ടോ, വേൾഡിലെ ഏറ്റവും നീളം കൂടിയ പിയറാണ്. അപ്പൊ ഞങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ട്. എത്ര? 1.3 മൈൽസ് നീളമുണ്ട് പിയർ കടലിലോട്ട്. അപ്പൊ അങ്ങോട്ട് പോകാനായിട്ട് ട്രെയിനൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ട്. അപ്പൊ ഇവരൊന്ന് കൊണ്ടുപോയേക്കാം. ഇന്ന് നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ചെറിയൊരു ട്രിപ്പ് ആക്കാം എന്ന് വിചാരിച്ചു. അപ്പോ അപ്പൂന് ഒരു അരമണിക്കൂർ ഇറങ്ങാനുള്ള സമയമുണ്ട്. എന്നിട്ട് അവിടെ പോയിട്ട് കാണാം. അങ്ങനെ ഞങ്ങള് ട്രെയിനിൽ പോകേണ്ട ഒരു പിയർ. അപ്പു ഇടയിലൊന്ന് കാർ പാർക്കിൽ വീണു, പൊട്ടി കുറച്ച്. ഞങ്ങളിപ്പോ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് 7.70, കിഡ്സിന് 4.10. ഞങ്ങള് ട്രെയിനിൽ കയറി. ഇനി ഷൊർണൂരിൽ നിന്ന് വിട്ടാ പിന്നെ നേരെ പാലക്കാട്. എല്ലാം കടലിലാണെന്നേ ഉള്ളൂ. ഏതാണ്ട് ഈ ഒരു കമ്പാർട്ട്മെന്റ് കിട്ടുമെന്നാണ് നമ്മൾ വിചാരിച്ചത്, കിട്ടിയില്ല. സാറില്ല. ഓക്കെ. അപ്പൊ വിഷമത്തിലാണോ? അപ്പൊ വേദന മാറിയാ? വേദന ഇല്ലല്ലേ? ഒരു ഐസ്ക്രീം കഴിച്ച തീരുന്ന വേദനയുള്ളു അല്ലേ? അപ്പൊ നമ്മള് പോയി വന്നിട്ട് നമുക്ക് ഐസ്ക്രീം മേടിക്കാം അല്ലേ പറഞ്ഞ? അപ്പൊ ഐസ്ക്രീം വേണോ? ഓക്കെ. പൊന്നൂസ് വീഴാത്തോണ്ട് പൊന്നൂസിനില്ല. പൊന്നൂസിന് വേണോ? അപ്പൊ ഞങ്ങളിനി പിയറിൽ പോയിട്ട് വരാം. നടക്കാച്ച കുറച്ച് ദൂരമുണ്ട്, വെയിലായതുകൊണ്ട് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനാണ് എടുത്തിരിക്കണം. അപ്പൊ യാത്ര കാണാം അല്ലേ? ഞങ്ങള് സൗത്ത് ആൻഡ് ഡോൺ സീ പോയത് ആഫ്റ്റർനൂൺ 3 മണിക്ക് ശേഷമാണ്. അപ്പോൾ വേലിയിറക്കായതുകൊണ്ട് വെള്ളം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ കടലിലേക്ക് പോകുന്ന കുറച്ച് ദൂരം വെള്ളം ഒട്ടുമില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് വെള്ളം ഇങ്ങനെ കുറച്ച് കടലിൽ വെള്ളം ഉണ്ടായിരുന്നത്. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. ആ സൈഡിലൊക്കെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ വെള്ളം കുറവായിട്ട് കാണാം. ഒരു അഡൾട്ടിന് ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനായിട്ട് 7 പൗണ്ട് 70 പെൻസും കുട്ടികൾക്കാണെങ്കിൽ 4 പൗണ്ട് 10 പെൻസാണ്. ഞങ്ങൾ 5 പേരുള്ളതുകൊണ്ട് അവരെന്തോ ഫാമിലി ടിക്കറ്റായിട്ട് തന്നുകൊണ്ട് നമുക്ക് 27 പൗണ്ട് 20 പെൻസാണ് മൊത്തം ആയത്. നിങ്ങൾക്കിപ്പോൾ കാണാം സൈഡിലൂടെ ഒരു വാക്ക് വേ ഉണ്ട്. നടന്നു പോകേണ്ടവർക്ക് അങ്ങനെയും പോകാം. പക്ഷേ അവർക്കും എൻട്രി ഫീ ഉണ്ട്. ഒരു 1.50 തോന്നുന്നു അവരുടെ എൻട്രി ഫീ. പക്ഷെ അത് നടക്കാൻ നല്ല കാറ്റുണ്ട്. വെയിൽ ഈ കാണുന്നത് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ നല്ല കാറ്റുണ്ട് കടലിൽ കൂടെ നടക്കുമ്പോൾ. നമ്മൾ കുറച്ച് ദൂരം പോന്നപ്പോഴത്തേക്കും ഇപ്പോൾ വെള്ളം കടലിൽ കൂടി പോലെ കാണുന്നുണ്ടല്ലോ. അങ്ങനെ
വെള്ളം കൂടി തുടങ്ങി. അതാണ് കിരൺ പറയണത്. വയസ്സൊക്കെ ഉള്ള അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ നടന്നു പോകുന്നത് നമ്മള് പൈസ കൊടുത്ത് ട്രെയിനിൽ പോകും. ചെറുപ്പക്കാർ നമ്മളെത്താറായി. ഈ ഭാഗത്ത് ചെളി കൂടുതലുള്ളത് കൊണ്ടും ആഴം കുറവായതുകൊണ്ടും പണ്ടത്തെ കാലത്ത് ബോട്ട്സിനൊക്കെ ഇവിടെ വന്ന് ഡോക്ക് ചെയ്യാൻ പറ്റാതിരുന്നായിരുന്നു. അതിനു വേണ്ടിയാണ് അത്ര ഇവിടെ ഇങ്ങനൊരു പിയർ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ഈ കാണുന്നത് റിപ്പയറായി കിടക്കുന്ന ഒരു ട്രെയിനാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. താങ്ക് യു. അപ്പത്തിന് പാപ്പൻ്റെ ഒക്കെ കയറിയിരിക്കുകയാണ്. അപ്പോൾ വെയിലുള്ളത് കൊണ്ട് ഞങ്ങൾ ആരും തന്നെ ജാക്കറ്റ് എടുത്തില്ല. കുട്ടികൾക്ക് മാത്രമേ എടുത്തുള്ളൂ. അത് ഒരു അബദ്ധമായി പോയെന്ന് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഏതാണ് ഈ മദാമിയും സായിപ്പും? തടകിട്ടിട്ടോ ചെറുതായിട്ട്. നല്ല കാറ്റുണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ മ്യൂട്ട് ചെയ്യാണ്. ഇവിടെ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കണ്ണാടി വെച്ചിട്ടുണ്ട്. ഒന്നിൽ നോക്കിയാൽ നമ്മൾ നല്ല ഹൈറ്റുള്ള പോലെ തോന്നും, ഒന്നിൽ നോക്കിയാൽ നമുക്ക് ഹൈറ്റ് ഇല്ലാത്ത പോലെ തോന്നും. അങ്ങനെ കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. അതിലൂടെ ഞങ്ങൾ നോക്കി നടക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിയറിൻ്റെ അറ്റത്തെത്തിയപ്പോൾ കിരൺ വാഷ്റൂമിൽ പോവാന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം നടന്നു. അവിടുത്തെ ഇപ്പോൾ ഡാൻസൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കിരൺ വാഷ്റൂം പോയതല്ല, ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോയതാണ്. വീണത് കൊണ്ട് ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ പാപ്പന് ഇത്തിരി വിഷമായി. അതങ്ങനെയല്ലേ, എനിക്കും അതെ. പണ്ട് അമ്മയുടെ അടുത്ത് അടി കിട്ടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും മധുരം മേടിച്ച് തരും, ലഡുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ. അതുപോലെ പാപ്പന് വിഷമായി. പാപ്പൻ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. എന്നാൽ ഞാൻ പറഞ്ഞു ഓക്കെ കുറച്ചും കൂടെ നടക്കാം. എന്നിട്ട് മേലെ ഒരു ഡെക്കുണ്ട്, അവിടെ കയറാമെന്ന്. നമ്മൾ മേലത്തെ മൈക്ക് എടുക്കാത്തത് കൊണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയ്സാണ്. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാണ്. കിരൺ അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങിയിട്ട് വരികയാണ്. അത് ഇവിടെ നിന്ന് നമ്മുടെ ടീംസ് കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനമൊക്കെയാണ് അവിടെ നടക്കണത്. ഞാൻ പോകണോ നീ പോകണോ നമ്മൾ രണ്ടാളും പോകണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടുന്ന് വേണ്ട പോകണ്ട, പാപ്പൻ ഇങ്ങോട്ട് തന്നെ വരണേ, വീഴും പതിയെ പോ, അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അവർ തന്നെ പോയി ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് വന്നു. അവിടെ നിൽക്കുക, പാപ്പ ഇങ്ങോട്ട് വരുവേ. രണ്ടാളുടെയും ഫേവറേറ്റ് ഫ്ലേവർ സ്ട്രോബെറിയാണ്. പാപ്പനും അപ്പവും കൂടെ ഇടയ്ക്ക് എവിടെയോ സ്ട്രോബെറി വേണമെന്നുള്ളൊരു ഡിസ്കഷനൊക്കെ നടന്നിരിക്കുന്നു. ഞാൻ കേട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ പിയറിൽ നിന്ന് ബോട്ട് സർവീസ് കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ബട്ട് ഇത്തവണ എന്തോ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. നിങ്ങളീ കാണുന്നത് പോലെ ആൾക്കാരൊക്കെ കയറ്റിയിട്ടുണ്ട്. അവരിതേ പുറപ്പെടുകയാണ്. എങ്ങടെ പോകണമെന്ന് എനിക്ക് യാതൊരു വിധ ഐഡിയ ഇല്ല. സ്ട്രോബെറി അല്ലേ മേടിച്ചത്? അതിന് ഒരെണ്ണം എടുത്തു, രണ്ടാമത്തേത് എടുക്കാൻ നേരത്ത് താഴെ ആണോ? എന്റെ കയ്യിന്നല്ല, അവരായിരുന്നു. അപ്പൊ പിന്നെ ഒരെണ്ണം മതിയെന്ന് വെച്ചാ. ഓ അത് അവരേന്നല്ലേ പോയേ? താഴെ പോയി. ഓ കൊടുക്ക്, പാപ്പന കൊടുക്ക്. ടേസ്റ്റ് നോക്കിയാ?
ആ ബോട്ട് പോവായി തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് സർവീസ്. നമ്മളപ്പോ താഴേക്ക് ഇറങ്ങാണ്. പോട്ടെ, റൈറ്റ് സൈഡിൽ കൂടെ പോട്ടെ. ഈ മേലത്ത് മാത്രമായിരിക്കും അല്ലേ ക്ലോസ് ചെയ്യാൻ? അടി കൂടെ കടന്നോ? ഞങ്ങൾ അവിടെ നിന്ന് ലാസ്റ്റുള്ള റിട്ടേൺ ട്രെയിനാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു സ്ഥലത്ത് സീറ്റൊന്നും കിട്ടിയില്ല. ഞാനും പൊന്നൂസും ഒരെണ്ണത്തിലും, കണ്ണൻ വേറെ ഒന്നിലും, ജിതയും അപ്പവും വേറെ ഒന്നിലൊക്കെ ആയിട്ടാണ് വന്നത്. ഇയറിൻ്റെ അടുത്ത് തന്നെ ഈ റൈഡ്സ് ഒക്കെ ഉള്ള അഡ്വഞ്ചർ ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ പോകണം എന്ന് ആദ്യമേ പറഞ്ഞിട്ടാണ് പൊന്നൂസ് ഇങ്ങോട്ട് വന്നത്. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോയി. ഷർത്തിലൊക്കെ മുഖത്ത് വീഴും. ഇതില് മാരിയോ ഉണ്ടോന്ന്? മാരിയോ ഉണ്ടാ? വേണ്ട തുറന്നു നോക്കണ്ട. നടക്ക് തൊടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തൊടരുതെന്ന്. ഇത് ജയന്റിന്റെ ഗാർഡൻ ആണത്. ഇവിടേക്ക് വരാനായിട്ട് എൻട്രൻസ് ഫീ ഇല്ല, പക്ഷെ റൈഡിന് കയറാനായിട്ട് നമ്മൾ കൊടുക്കണം. ഒന്നുകിൽ നമുക്ക് 35 പൗണ്ടായിരുന്നു തോന്നുന്നു. അത് എല്ലാ റൈഡിനും വേണ്ടിയിട്ട് അങ്ങനെ ഒരാൾക്ക് 35 പൗണ്ട് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് 10 റൈഡിനുള്ള ടിക്കറ്റ് അങ്ങനെയൊക്കെ. ഹൈറ്റ് കുറവുള്ള ആള് അപ്പോൾ ഉള്ളതുകൊണ്ട് ഒരു ആരെങ്കിലും ഒരാൾ അക്കമ്പനി ചെയ്യണം. അതുകൊണ്ട് ഇതേ നിൽക്കണം നമ്മുടെ ടീം. തലേണ്ട സാധനമൊക്കെ പറന്നു പോവോ? അപ്പു പൊന്നൂസിന പേടിയാ അടുത്തായാലും കൂടെ. അപ്പോ പൊന്നൂസ നിങ്ങൾ എവിടെ പോവാ? അപ്പോ എവിടെ പോവാ? ഈ റൈഡ് കയറാൻ പോവാ. നമുക്ക് പോയാലാ? അതെന്താ? ആ പാപ്പന് പേടിയാന്ന്. ഓ ഇത് കഴിഞ്ഞു, അടുത്ത ഇവര് കയറും. പിള്ളേര് കയറുന്നതാണല്ലേ, കൊച്ചു പിള്ളേര് കയറുന്നതാണ്. എന്നാ വലിയ പിള്ളേര് കയറണ മറ്റേ സാധനത്തില് കയറ്. ദേ ഇതില് കയറ്. ദൈവമേ, എന്റെ അമ്മച്ചി. ഓ നോ, നമ്മുടെ അടുത്തൂടെ പോണ പോലെ. ക്യൂ ഒക്കെ നിന്നെങ്കിലും നമ്മൾ കയറാറായപ്പോൾ അപ്പൂനെ കയറ്റില്ല എന്ന് അവർ പറഞ്ഞു. 120 സെന്റിമീറ്റർ ആയിരുന്നു ഈ റൈഡിന് വേണ്ട മിനിമം ഹൈറ്റ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെയുള്ള എല്ലാ റൈഡ്സിലും പോയി നോക്കി 100 സെന്റിമീറ്റർ പ്ലസ് അഡൾട്ട് അക്കമ്പനി ചെയ്യുന്ന റൈഡ്സ് ഏതൊക്കെയാണ്. അങ്ങനെ കയറിയ ഒരു റൈഡാണിത്.
അവസാനം നമുക്ക് ഒരു ടിക്കറ്റ് ബാക്കി വന്നു. അത് റീഫണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ജിത ഈ റൈഡിൽ കയറി. അപ്പോൾ ആണെങ്കിൽ ജിതേനെ ഒറ്റയ്ക്ക് പോകാൻ സമ്മതിച്ചില്ല. ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ പാപ്പനെ എടുത്തിട്ട് വേറെ എങ്ങോട്ടോ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങോട്ട് പോട്ടെ. അവിടെ ഒരു ചെറിയൊരു കാസിലൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ? ശരിക്കാ കാണില്ല. ആണല്ല, ശരിയാണ്. അത് പ്രാവിന്റെ കൊട്ടാരമാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാർ പാർക്കിലോട്ട് തിരിച്ചു വരുമ്പോൾ ഇതുപോലത്തെ ആർക്കേഡ് ഗെയിംസ് ഉള്ള എനിക്ക് തോന്നുന്നു ഒരു 3-4 ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഒരെണ്ണത്തിൽ കയറി. അപ്പുൻ്റെ കരച്ചിലിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ കൂടി വേണ്ടിയായിരുന്നു. കഴിഞ്ഞ തവണ കയറിയതാണ്. ഇവിടെ എല്ലാ പേരിൻ്റെ അടുത്തും ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ആർക്കേഡ് ഗെയിംസ് ഉണ്ട്. ആദ്യം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഒന്ന് കറങ്ങി നോക്കി. ഇവർ കഴിഞ്ഞ തവണ കളിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഇവർക്ക് പറ്റുന്ന ഗെയിം ഉണ്ടോ എന്ന് നോക്കി കുറച്ച് നടന്നു. എന്നിട്ട് അവസാനം നമ്മൾ ബൗളിങ് കണ്ടപ്പോൾ ബൗളിങ് ഇവർ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അത് മാത്രമല്ലാത്ത ഹെവി അല്ലാത്ത ബോളാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇവർക്കൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അതെടുത്തു. ഇവിടെ വന്ന് കേറുന്നു ഇച്ചിരി കേറിന്നിട്ട് കേട്ടോ. അപ്പോ കേട്ടോ ഇട് കാലിൽ ചവിട്ടാൻ പാടില്ല എന്ന റൂള്.
തിരിക്കണം, സ്പീഡ് കൂട്ടാത്തിരിക്കണം. അണ്ണാ പറഞ്ഞെടുക്ക്. അവളെ കൈയിട്ട് തരാം. ഇല്ലേതോ ഗോ. അതിനവൾക്ക് ആക്സിലേറ്റർ കൊടുക്ക. തിരിക്കൂ തന്നെ പറഞ്ഞുകൊടുക്കാൻ അപ്പുറത്തുകൂടാ. ബിങ്കോ അങ്ങനെ ഞങ്ങള് കഴിഞ്ഞ് കാർ പാർക്കിലേക്ക് വിശക്കുന്നു. വീട്ടിൽ പോയിട്ടില്ലേ? മേമയോട് വിശക്കുന്നു എന്ന് പറ. വിശക്കുന്നു എന്ന് പറ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. വീണ്ടും കാണാം. ബായ്.